കേരളത്തിൽ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അത് വി ഡി സതീശൻ ഗവൺമെൻറ്റാണ്. ആ വി ഡി സതീശൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം നയിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ ഞങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ കള്ളമായിരുന്നു എന്നവർ പറയാതെ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മുന്നോട്ട് വെച്ചിട്ടുള്ള PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കേണ്ടി വരും എന്നുള്ളത് ഏറ്റവും ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. കൂടാതെ മറ്റു പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള മലക്കം മറിച്ചിലുകൾ നമ്മൾ കണ്ടിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിനെല്ലാം തന്നെ വളരെ ക്ലാരിറ്റിയോടുകൂടി തുറന്നു പറഞ്ഞിരിക്കുന്നു ചില മന്ത്രിമാർ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അത് ഒരു ദിവസം മുമ്പ് കഴിഞ്ഞതാണ്. ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനം പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിണറായി വിജയൻ താങ്കളായിരുന്നു ശരി, ഞങ്ങൾ താങ്കളെ തെറ്റിദ്ധരിച്ചതാണ്. അതിന് ഏറ്റവും ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ കയ്യോടെ പിടിക്കപ്പെട്ട ഒരു സംഭവം നിങ്ങൾക്കറിയാം. റെജി ചെറിയാൻ എന്ന് പറയുന്ന ആദ്യമായി കുട്ടനാട് നിന്ന് ജയിച്ച് MLA ആകുന്ന ഒരാൾ ഒരു സബ്മിഷൻ ഉന്നയിക്കുന്നു. ചമ്പക്കുളത്തുള്ള മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രാദേശിക അവധി കൊടുക്കണമെന്ന് പറയുന്നു. ആ അവധി കൊടുക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് അത് ആലോചിക്കാമെന്ന് പറയുന്നു. ഇരിക്കുമ്പോൾ ഉടനെ തന്നെ കുഞ്ഞാലിക്കുട്ടിയോട് പറയുന്നു ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറയുന്നു. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി തന്നെ വന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു കള്ളം പറയുന്നു. അത് മറ്റൊരു സംഭാഷണത്തിൻ്റെ തുടർച്ചയായി പറഞ്ഞതാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനൊരു സംഭാഷണത്തിന് തുടർച്ചയായി പറഞ്ഞതാണെങ്കിൽ ആ വിഷയം എന്താണ് എന്ന് കുഞ്ഞാലിക്കുട്ടിയോട് ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ഓർമ്മയില്ല. അങ്ങനെ ഒരാൾക്ക് സംഭാഷണം, ഒരു ചോദ്യം ചോദിച്ചു മറ്റൊരാളുടെ മറുപടി പറഞ്ഞതിന് ശേഷം വളരെ വികാരത്തോടുകൂടി ആർജവത്തോടെ അങ്ങനെ മറുപടി പറയാൻ കഴിയില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാധു സജി എന്ന് പറയുന്ന റിപ്പോർട്ടറിൻ്റെ അവതാരിക വന്നിട്ട് പറഞ്ഞിരുന്നു, എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി പിണറായി വിജയൻ ജെനുവിൻ ആയിരുന്നു എന്ന് പറയുന്ന വാചകം നമ്മൾ കേട്ടു. അപ്പോൾ അതിനുശേഷം യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസത്തെ സഭയിൽ വന്ന് പിണറായി രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷംസുദ്ദീനും അതുപോലെ തന്നെ മറ്റൊരു മന്ത്രിയും കൂടി അദ്ദേഹം ഇതുപോലെ പറഞ്ഞിരിക്കുകയാണ്. അത് ഒന്ന് ഷംസുദ്ദീൻ ആണെങ്കിൽ രണ്ടാമത്തത് PK ബഷീറാണ്. അപ്പോൾ അതിൽ ഷംസുദ്ദീൻ പറഞ്ഞത് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹം PM ശ്രീയെക്കുറിച്ചാണ് പറഞ്ഞത്. ആ PM ശ്രീയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവർ നടത്തിയ പ്രചരണം എന്തായിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കണം. അദ്ദേഹം നടത്തിയ പ്രചരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഡീലാണെന്നും വീണ വിജയൻ ജയിലിൽ പോകാതിരിക്കാനാണെന്നും യഥാർത്ഥത്തിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CJP ആയി മാറിയിരിക്കുന്നുവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനും അതിന് വോട്ടുകൾ മേടിക്കാനും ഒക്കെ പരിശ്രമിച്ചിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അതൊക്കെ ഞങ്ങൾ പറഞ്ഞ വെറും നമ്പറുകളായിരുന്നു, വെറും അഭ്യാസങ്ങളായിരുന്നു, കളവായിരുന്നു എന്ന് തുറന്ന് പറയുന്ന ഒരു കാര്യം നിയമസഭയിൽ സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് ഷംസുദ്ദീൻ, അതായത് മണ്ണാർക്കാട് MLA തുറന്ന് പറഞ്ഞിരിക്കുന്നു, ഇവിടെ PM ശ്രീയിലേക്ക് കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിടാൻ നിർബന്ധിതരായതാണ്. എന്തുകൊണ്ട് നിർബന്ധിതരായി എന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഈ കോടിക്കണക്കിന് രൂപ, അതായത് 1000 കോടി രൂപയോളം സർവശിക്ഷ അഭിയാനിൽ നിന്നടക്കം മറ്റു പല പദ്ധതികളിൽ നിന്നുമായി ഏതാണ്ട് 2000 കോടി രൂപയുടെ അടുത്ത് ഈ ഗവൺമെൻറ്റിന് കിട്ടാനുണ്ടായിരുന്നു. അത്തരത്തിൽ പണത്തിൻ്റെ ഞെരുക്കമുണ്ടായിരുന്നു. ആ പണത്തിൻ്റെ ഞെരുക്കമുണ്ടായതുകൊണ്ട് മാത്രം PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി ഒപ്പിടാൻ പിണറായി വിജയൻ നിർബന്ധിതനായിത്തീരുന്നതാണ്. കാരണം ആളുകൾക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, അതുപോലെ മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ ഇളവിൽ തന്നെ വളരെ വലിയ കുറവ് വന്നിരുന്നു. അപ്പോൾ അതുകൂടാതെ ഇത്തരത്തിലുള്ളൊരു ഞെരുക്കൽ കൂടി ഉണ്ടായപ്പോൾ ഒപ്പിടേണ്ടി വന്ന ദൗർഭാഗ്യം കൊണ്ട് ഒപ്പിടേണ്ടി വന്നതാണ് എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുന്നു. ഈ തുറന്ന് പറച്ചിലിൻ്റെ പിന്നിലുള്ളത് സതുദ്ദേശമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞങ്ങൾക്കൊരു തെറ്റുപറ്റി എന്ന് പറയുകയല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ ഞങ്ങളിത് തുടരാൻ നിർബന്ധിതരാകും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എങ്കിൽ പോലും കഴിഞ്ഞ ഗവൺമെൻറ് ഏത് സാഹചര്യത്തിലാണ് PM ശ്രീ ഒപ്പിട്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി ഷംസുദ്ദീൻ തന്നെ പറഞ്ഞിരിക്കുന്നു. കൂടാതെ അദ്ദേഹം ഇൻഡയറക്റ്റായ ഒരു കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിന്ന് മഹാഭൂരിപക്ഷം നൽകി മുസ്ലിം ലീഗിൻ്റെ MLA-മാരെ വിജയിപ്പിച്ച, UDF-നെ വിജയിപ്പിച്ച മുസ്ലിം സമുദായത്തിലെയും ക്രിസ്ത്യൻ സമുദായത്തിലെയും ഒക്കെ വോട്ടർമാരോടും പൊതുവെ കേരള ജനതയോടും ഒക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ നൈസായിട്ടൊന്ന് പറ്റിച്ചതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങളുടെ ഒരു റിയാക്ഷൻ ഇതിനകത്ത് എന്ത് ചെയ്യണം? ഒരു അഭിപ്രായമായിട്ടൊന്ന് ഇടണം, എനിക്കൊന്ന് കേൾക്കാനാണ്. ഇനി അടുത്തത് PK ബഷീറിൻ്റെ ഊഴമായിരുന്നു. ആ PK ബഷീറിൻ്റെ ഊഴത്തിൽ VT ബൽറാം അടക്കം നിരവധി MLA-മാർ, ഏതാണ്ട് 10ഓളം വരുന്ന MLA-മാർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതെല്ലാം തന്നെ ULCC എന്ന് പറയുന്ന ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ്.
ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ മറുനാടനിൽ ഞാൻ വെറുതെ ഇടയ്ക്ക് ചെന്നിട്ട് മറുനാടനിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നേരം ഞാനുമൊക്കെ തന്നെ പല സംശയങ്ങളുമൊക്കെ തന്നെ ഉയർത്തിയിട്ടുണ്ട്. കാരണം നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടിരുന്ന വലിയ സംശയങ്ങൾ എന്നെയും പിടികൂടിയിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അപ്പോഴും അവരുടെ എഫിഷ്യൻസിയെയും അവരുടെ മിടുക്കരെയും കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലോകത്തുള്ളതിൽ വെച്ച് തന്നെ രണ്ടാമത്തെ വലിയ ഇത്തരത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ തന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ചില സംശയങ്ങൾ ഞാനും ഉയർത്തിയിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. ആ സംശയങ്ങൾ ഉയർത്താനുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പൊതുബോധമാണ്. ആ പൊതുബോധം എന്ന് പറയുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി CPMൻ്റെ തന്നെ പ്രസ്ഥാനമാണെന്നും അവർ വലിയ അഴിമതികൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും ഒക്കെയുള്ള വലിയ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ പ്രചരണത്തിൽ വീണുപോകാത്ത ഒരു മലയാളിയും തന്നെ ഉണ്ടാവില്ല. കൂടാതെ നമ്മുടെ VD സതീശൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് പിന്നെ വാക്ക് മാറ്റി പറയാനൊന്നും ബുദ്ധിമുട്ടില്ല, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ CPMൻ്റെ അഴിമതിപ്പണം പാർക്ക് ചെയ്യാനുള്ള ഒരു കേന്ദ്രമാണ് ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന് പറഞ്ഞിരുന്നു. കൂടാതെ ഒരു പടി കൂടി കടന്ന് CPMൻ്റെ അദാനിയാണ് ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇത് തന്നെ നമ്മുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള KC വേണുഗോപാലും തിരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ പണം പാർക്ക് ചെയ്യാനുള്ളൊരു കേന്ദ്രമാണ്, കൂടാതെ പിണറായി വിജയൻ്റെ അദാനിയാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്നുള്ളതൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഞാനടക്കം പല ആളുകളൊക്കെ അതിനകത്ത് സംശയം ഉന്നയിക്കാനുള്ള കാര്യം, ഇപ്പോൾ രമേശൻ എന്ന് പറയുന്ന ഒരാളാണ് അത് നയിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവാണ് നേരത്തെ ആയിരുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു ഹെറിഡിറ്ററി ആയി പാരമ്പര്യമായി അത് തുടർന്നു കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അക്രഡിറ്റേഷൻ നൽകിയത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. യഥാർത്ഥത്തിൽ അന്ന് അക്രഡിറ്റേഷൻ നൽകുമ്പോൾ 17 സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ കൊടുത്തതിൽ 14 എണ്ണവും കേരള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളായിരുന്നു. 3 എണ്ണം മാത്രമേ പുറത്തു നിന്നുണ്ടായുള്ളൂ. അതിലൊരെണ്ണം ഈ പറയുന്ന ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ്. കൂടാതെ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് കൂടുതൽ വർക്കുകൾ അദ്ദേഹം അവർക്ക് കൊടുത്തത് എന്നുള്ളതൊക്കെ തന്നെ വാസ്തവമാണ്. ആ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയെ കുറിച്ച് ഒരു ചോദ്യം ഉണ്ടായപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അവർക്ക് നടപടിക്രമങ്ങൾ പാലിച്ചോ ചട്ടം ലംഘിച്ചോ ഒന്നും തന്നെ ഒരു വർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതും അവർ ക്വാളിറ്റിയോടുകൂടി വർക്ക് ചെയ്യുകയാണ് എന്നുള്ളതുമാണ് PK ബഷീർ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അവർക്ക് വർക്ക് ലോഡ് കൂടുതലുണ്ട്. ആ വർക്ക് ലോഡ് കൂടുതലുള്ളത് കൊണ്ടിട്ട് അത് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നും ഉള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഏജൻസിയെക്കുറിച്ച് യാതൊരുവിധ പരാതിയുമില്ല എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ചില MLA മാർ, ഇപ്പോൾ UDFൻ്റെ MLA മാരായിട്ടുള്ള PK നവാസ് അടക്കം മറ്റു പല MLA മാരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ മാധ്യമങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ മന്ത്രിയുടെ കയ്യിൽ ഇപ്പോൾ പരാതിയില്ല എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി പരാതി കിട്ടിയാൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പറയാൻ സമയമായിട്ടില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ അതൊരു വാദത്തിന് എടുക്കുമ്പോൾ പോലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം, PK ബഷീറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഷംസുദ്ദീനോ ഇവരൊക്കെ ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലായിരുന്നു എന്നെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ പറയാതെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ഇമേജ് ബിൽഡിംഗ് പിണറായി വിജയനെതിരെ തെറ്റായി നടത്തിയതാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് സംഭവങ്ങളും. അതുപോലെ തന്നെ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പലതും പറയും, എരണം കെട്ട ഭരണമാണ് എന്നൊക്കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. മുരളീധരൻ പിന്നീട് പറഞ്ഞത്, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പഴയതൊന്നും ബാധകമല്ല എന്നുള്ളത് പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതുകൂടാതെ നമ്മുടെ KM ഷാജി പറഞ്ഞത്, PM ശ്രീ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, PM ശ്രീ നടപ്പാക്കിയതിലൂടെ കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ നിന്നിറങ്ങിപ്പോയ ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ എന്ത് ചെയ്യും, തിരികെ കയറി വരും. ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തിയാൽ ഞങ്ങൾ PM ശ്രീ എടുത്ത് അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞൊരാളാണ്. പക്ഷെ ഇപ്പം KM ഷാജിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെ ഗാന്ധിജിയൊക്കെ ഇറങ്ങിപ്പോയാൽ പുറത്ത് തന്നെ നിൽക്കട്ടെ, നെഹ്റുവും പുറത്ത് തന്നെ നിൽക്കട്ടെ, ഞങ്ങളിവിടെ ഇത്തിരി ചില്ലറ മേടിച്ച് ഈ PM ശ്രീ നടപ്പാക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനു മുമ്പ് പ്രചരണത്തിന് വേണ്ടി, രാഷ്ട്രീയമായ ലാഭങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. അങ്ങനെ വഞ്ചിക്കാൻ പ്രാപ്തമായിട്ടുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചത് എന്നുള്ളത് സമ്മതിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നിങ്ങളായിരുന്നു ശരി എന്ന് തുറന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മന്ത്രിമാരും KM ഷാജിയും മുരളീധരനും അടക്കമുള്ള എല്ലാവരുടെയും പ്രസ്താവനകളിൽ. കേരളം ഭരണത്തിലേറി 40 ദിവസമാകുമ്പോഴേക്കും നമ്മളോടവർ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നത്. ടോപ്പിക്കുമായി ബന്ധപ്പെട്ടല്ല, പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ഒരു പുതിയ ചാനൽ കൂടിയുണ്ട്. അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.
ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. എന്ന് പറഞ്ഞാൽ ജനകീയ പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രപാണി എന്നതോടൊപ്പം എന്നാണ്. അതിൽ നമ്മൾ വളരെ ലെങ്തി ആയിട്ടുള്ള ഇൻ്റർവ്യൂകളും പോഡ്കാസ്റ്റുകളും മാത്രമേ ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കേവലം രണ്ടാമത്തെ പോഡ്കാസ്റ്റാണ് അതിനകത്ത് ഇട്ടിട്ടുള്ളത്. ആദ്യത്തെ പോഡ്കാസ്റ്റ് 18,000-ലധികം പേര് കണ്ടു. ഇപ്പോൾ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് ഇന്ന് രാവിലെ എത്തി നോക്കുമ്പോൾ 2 ദിവസങ്ങൾക്കുള്ളിൽ അത് 1,12,000 പേര് കണ്ടു. നിങ്ങളുടെ വലിയ പിന്തുണക്ക് നന്ദി. അത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകളൊക്കെ തന്നെ നിരന്തരമായി ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള നിരവധി ടോപ്പിക്കുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇതുവരെ മാധ്യമങ്ങൾ നിങ്ങളോട് പറയാതെ മൂടിവെച്ച കള്ളത്തരങ്ങൾ, ഇപ്പോൾ മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ QDF-ൻ്റെ മന്ത്രിമാരടക്കം സമ്മതിക്കുന്ന കള്ളത്തരങ്ങൾ അതാത് സമയത്ത് തന്നെ പൊളിച്ചെടുക്കാൻ കഴിയാത്തതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. അതുകൊണ്ട് സമയം വൈകിപ്പോയാലും വലിയ പ്രശ്നമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം. ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് കൂടുതലായി ചെയ്യാൻ കഴിയുള്ളൂ. അത് കാരണം കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റ് സ്ഥലങ്ങളിലെ സ്റ്റുഡിയോ ഒക്കെ റെൻറ്റിന് എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൂടാതെ അതിൻ്റെ പുറകിൽ വേണ്ടി വരുന്ന അധ്വാനവും ഒക്കെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. 2 തരത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഒന്നുകിൽ ഈ ചാനലിൻ്റെ താഴെ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള മെമ്പർഷിപ്പുകൾ എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അത് ചെറിയ എമൗണ്ടുകളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ടുകൾ തിരഞ്ഞെടുക്കാം. എന്നിട്ട് അതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നേരിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് നേരിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ പേ നമ്പർ, അക്കൗണ്ട് നമ്പർ കൂടി വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി. ഈ സപ്പോർട്ട് ചെയ്തതുകൊണ്ട്, മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള വീഡിയോകളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏതെങ്കിലും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതിനുമപ്പുറം ഈ പറയുന്ന ചാനലുകളുടെ നുണപ്രചാരണങ്ങൾക്കും അവരുടെ അജണ്ടകൾ വെച്ചുള്ള പ്രചരണങ്ങൾക്കിടയിൽ യഥാർത്ഥ സത്യം നിങ്ങൾക്കറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ചാനലുകൾ നിലനിൽക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ. ഇതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ ആ പോഡ്കാസ്റ്റ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ 2 പോഡ്കാസ്റ്റുകൾ കാണണം. പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് KCA വെട്ടി എങ്ങനെയാണ് സതീശൻ മുഖ്യമന്ത്രിയായത് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനകത്തുള്ളത്. അത് നിങ്ങളോട് പറയാനുള്ള എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് വളരെ ലീഗ് മുഖ്യമന്ത്രി സതീശനാക്കണമെന്ന് വാശി പിടിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കാരണമുണ്ട്. കൂടാതെ എങ്ങനെയാണ് KCA വെട്ടി മുസ്ലിം ലീഗിനെ കൂട്ടി സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിൻ്റെ പിന്നിലെ കോടികൾ ആരുടേതാണ് എന്ന് പറയുന്ന വളരെ വിശദമായിട്ടുള്ളൊരു കഥയാണ്. ഇതുവരെ മലയാള മാധ്യമവും കേരളത്തോട് പറയാത്ത കഥ. അതെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചാനലിൻ്റെ പേര് മറക്കണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.